അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി നമ്മൾ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് ഇൻ്ററാക്ഷൻസ് ദി ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന പാഠം എട്ടാമത്തെ അവർ എൻവയോൺമെൻറ്റ് എന്ന ടെക്സ്റ്റിലെ എട്ടാമത്തെ പാഠം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളൊന്ന് നോക്കാം. ഇൻഷാ അല്ലാഹ് ഇന്നത്തോടു കൂടെ നമുക്ക് ആ പാഠം തീർക്കാം. ഗംഗ, ബ്രഹ്മപുത്ര ആ നദീതടങ്ങളിൽ ധാരാളം വൈൽഡ് ലൈഫും സ്ഥിതി ചെയ്യുന്നുണ്ട്. ചില വന്യജീവി സങ്കേതങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് അവിടെ ഉള്ളത്? എലിഫൻ്റ് ഉണ്ട്, ടൈഗർ ഉണ്ട്, ഡിയർ ഉണ്ട്, പിന്നെ മങ്കീസ് ആർ കോമൺ. ഇവകളൊക്കെ അവിടെ സാധാരണയാണ്, സർവത്ര സുലഭമാവുന്നു. വൺ ഹോൺഡ് റിനോസേഴ്സ് ഈസ് ഫൗണ്ട്. ഒറ്റക്കൊമ്പുള്ള റിനോസറും അവിടെ കാണപ്പെടുന്നുണ്ട്. ഇൻ ദി ബ്രഹ്മപുത്ര പ്ലെയിൻ, ആ ബ്രഹ്മപുത്ര സമതല പ്രദേശങ്ങളിൽ ഈ ഒറ്റക്കൊമ്പുള്ള റിനോസേഴ്സും അവിടെ കാണപ്പെടുന്നുണ്ട്. ഇൻ ദി ഡെൽറ്റ ഏരിയ, ഡെൽറ്റ പ്രദേശങ്ങളിൽ ബംഗാൾ ടൈഗർ, ക്രൊക്കോഡൈൽസ് ആൻഡ് അല്ലിഗേറ്റർ ആർ ഫൗണ്ട്. അവിടെ മുതലകളും ചീങ്കണ്ണികളും ബംഗാൾ കടുവകളൊക്കെ ഈ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ സമതല പ്രദേശങ്ങളിൽ, സമതല പ്രദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാടുകളിൽ, മനസ്സിലായ കാടുകളിൽ എന്തൊക്കെ കാണുന്നുണ്ട്? ഡിയർ, പിന്നെ കരടി, മങ്കി, പിന്നെ ടൈഗർ, എലിഫൻ്റ്, ഇവയൊക്കെ അവിടെ കാണപ്പെടുന്നു. ഇനി ഡെൽറ്റ പ്രദേശങ്ങളിൽ എന്തൊക്കെയുണ്ട്? ടൈഗർ, ക്രൊക്കോഡൈൽസ് ആൻഡ് അല്ലിഗേറ്റർ, ചീങ്കണ്ണി. മനസ്സിലായി? അല്ലിഗേറ്റർ എന്ന് പറഞ്ഞാൽ ചീങ്കണ്ണി, മുതല, മനസ്സിലായ, ബംഗാൾ കടുവ, അവയൊക്കെ ഉണ്ട്. പിന്നെ അക്വാറ്റിക് ലൈഫ് അബൗണ്ട്സ് ഇൻ ദി ഫ്രഷ് റിവർ വാട്ടേഴ്സ്. ഈ ജലജീവികൾ, മനസ്സിലായ, നല്ല ശുദ്ധജലങ്ങളിൽ, ശുദ്ധജലത്തിൽ ധാരാളം ജലജീവികളും കാണപ്പെടുന്നു. ദി ലേക്സ് ആൻഡ് ബേ ഓഫ് ബംഗാൾ സീ. എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് ഈ അക്വാറ്റിക് ലൈഫ്സ്? അത് ബംഗാൾ കടലുകളിലും ബംഗാൾ ഉൾക്കടലുകളിലും പിന്നെ കുളങ്ങളിലൊക്കെ ധാരാളം മത്സ്യജീവികൾ കാണപ്പെടുന്നു. ദി മോസ്റ്റ് പോപ്പുലർ വെറൈറ്റീസ് ഓഫ് ദി ഫിഷ് ആർ റോഹു. അപ്പോൾ അവിടെയുള്ള റോഹു, കറ്റ്ല, ഹിൽസയൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചതാണ്. ഹിൽസ എന്ന് പറഞ്ഞാൽ ഏതാണ് മീനെന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചു. അപ്പോൾ ഹിൽസ, കറ്റില, റോഹു എന്ന് പറഞ്ഞ വളരെ വെറൈറ്റീസ്, പോപ്പുലറായ ഇനങ്ങളാവുന്നു ഈ 3 ഇവയൊക്കെ കാണപ്പെടുന്നു. ഫിഷ് ആൻഡ് റൈസ് ഈസ് ദി സ്റ്റാപ്പിൾ ഡയറ്റ്സ് ഓഫ് ദി പീപ്പിൾ ഓഫ് ലിവിങ് ഇൻ ദി ഏരിയ. ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രധാനപ്പെട്ട ഭക്ഷണമാവുന്നു സ്റ്റാപ്പിൾ ഡയറ്റ് എന്ന് പറഞ്ഞാൽ മുഖ്യ ആഹാരം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ മുഖ്യ ആഹാരം മീനും അരിയുമാകുന്നു. ഇവിടെ നിങ്ങൾക്ക് വൺ ഹോൺഡ് റിനോസറിനെയും പിന്നെ ക്രോക്കോഡൈലിനെയൊക്കെ മുതലയെയും പിന്നെ ഒറ്റക്കൊമ്പുള്ള റിനോസറിനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മനസ്സിലായോ? ഇതാണ് നേരത്തെ പറഞ്ഞ 2 ജീവികൾ. പിന്നെ ടെറൈസ് ആർ ബിൽഡ് ഇൻ സ്റ്റീപ്പ് സ്ലോപ്സ് ടു ക്രിയേറ്റ് ഫ്ലാറ്റ് സർഫേസസ് ഓൺ വിച്ച് ക്രോപ്സ് ആർ ഗ്രോൺ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഈ സമതല പ്രദേശങ്ങൾ അവർ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ അവർ നിർമ്മിക്കുന്നു. എങ്ങനെയാണ് അവർ നിർമ്മിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ചെങ്കുത്തായ പ്രദേശങ്ങളൊക്കെ അവർ ഇടിച്ചുകൊണ്ട് അവിടെയുള്ള സ്ലോപ്പുകൾ അവർ നീക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുന്നേരിയകളിലൊക്കെ ചിലർ ജീവിക്കുന്നു, അവിടെ കൃഷികളൊക്കെ ഇറക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരെങ്ങനെയാണ് അവിടെ മലപ്രദേശങ്ങളിൽ, ചെങ്കുത്തായ പ്രദേശങ്ങളിൽ അവർ കൃഷി ഇറക്കുന്നത്? അവിടെയുള്ള ആ കുന്നുകളൊക്കെ അവർ സ്ലോപ്പാക്കുന്നു. മനസ്സിലായി? ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, നിരനിരയാക്കി അവിടെ കൃഷി ചെയ്ത് അവിടെ അവർ ജീവിക്കുന്നു. ദി ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻസ് ഹാസ് സെവറൽ ബിഗ് ടൗൺസ് ആൻഡ് സിറ്റീസ്. ഈ ഗംഗാ ബ്രഹ്മപുത്ര സമതല പ്രദേശങ്ങളിൽ ധാരാളം പട്ടണങ്ങളും അങ്ങാടികളൊക്കെ ഉണ്ട്.
മനസ്സിലാവുന്നുണ്ടല്ലോ. ധാരാളം പട്ടണങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സമതല പ്രദേശങ്ങളിൽ, ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻസിൽ. ദി സിറ്റീസ് ഓഫ് അലഹബാദ്, കാൺപൂർ, വാരാണസി, ലക്നൗ, പട്ന, കൽക്കട്ട are all with the population of more than 10 lakhs are located along the river Ganga. അപ്പോൾ ഈ പട്ടണങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ലക്നൗ, പട്ന, കൊൽക്കത്ത, വാരാണസി, കാൺപൂർ, അലഹാബാദ് സിറ്റികളൊക്കെ ഈ നദീതട പ്രദേശങ്ങളിലാണ്, നദിയോട് അടുത്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാവുന്നു, സിറ്റികളാവുന്നു. പിന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം 10 lakh 10 ലക്ഷത്തോളം ജനസാന്ദ്രതയും മനസ്സിലായ പോപ്പുലേഷൻസും അവിടെ ഉണ്ട്. മനസ്സിലായി, ഈ നദീതട തീരങ്ങളിലായിക്കൊണ്ട് 10 ലക്ഷത്തോളം ജനസംഖ്യ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ അതിൻ്റെ താഴെയുള്ള സൈഡിൽ തന്നെയുള്ള പിക്ചർ ഉണ്ടല്ലോ 8.13, ആ ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പട്ടണത്തിൻ്റെ ആ നദിയുടെ അടുത്ത് തന്നെ വാരാണസി സ്ഥിതി ചെയ്യുന്നു. ഗംഗ നദിയുടെ തീരത്തായിക്കൊണ്ട് വാരാണസി സ്ഥിതി ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാം. ദി വേസ്റ്റ് വാട്ടർ ഫ്രം ദീസ് ടൗൺസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഈസ് ഡിസ്ചാർജ്ഡ് ഇൻ ടു ദി റിവർ. അപ്പോൾ ഇത് പട്ടണങ്ങൾ ധാരാളം പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പട്ടണങ്ങളിൽ എന്തുണ്ടാവും, ധാരാളം ഫാക്ടറികളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഫാക്ടറിയിലെ വേസ്റ്റ് വെള്ളം മനസ്സിലാവുന്നുണ്ടല്ലോ, ആ വേസ്റ്റ് വെള്ളം ഈ നദികളിലേക്ക് പുറന്തള്ളപ്പെടുന്നു. ഡിസ്ചാർജ്ഡ് ഇൻ ടു ദി റിവേഴ്സ്, ഈ നദികളിലേക്ക് പുറന്തള്ളപ്പെടുന്നു. ദിസ് ലീഡ്സ് ടു ദി പൊല്യൂഷൻ ഓഫ് റിവേഴ്സ്. ഇതെന്ത് ചെയ്യുന്നു, ഈ നദികളെ മലിനമാക്കുന്നതിന് കാരണമാകുന്നു. ഫാക്ടറികളിലെയും വീടുകളിലെയൊക്കെ വേസ്റ്റ് വെള്ളം പുഴയിലേക്ക് ഒഴുക്കുന്നത് അത് റിവർ പൊല്യൂഷന് കാരണമാവുന്നു. All the 4 ways of transport are well developed in the Ganga Brahmaputra basin. അപ്പോൾ ഈ 4 നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലായിക്കൊണ്ട് 4 ട്രാൻസ്പോർട്ടിൻ്റെ രീതികളെ നമ്മൾ പറഞ്ഞിരുന്നു. വായുമാർഗം, പിന്നെ കടൽ മാർഗം, റോഡ് മാർഗം, റെയിൽവേ, ഇങ്ങനെ 4 മാർഗങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഈ 4 രീതിയും ഈ ഗംഗ ബ്രഹ്മപുത്ര ബേസിൻസിൽ അത് സ്ഥിതി ചെയ്യുന്നുണ്ട്. 4 മേഖലകളും ഇവിടെ 4 ഗതാഗതത്തിൻ്റെ രൂപങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇൻ ദിസ് പ്ലെയിൻ ഏരിയ ദി റോഡ്സ് ആൻഡ് റെയിൽവേസ് ട്രാൻസ്പോർട്ട് ദി പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, ഇൻ ദി പ്ലെയിൻ ഏരിയ, ഈ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നു, റോഡ് വേ ആൻഡ് റെയിൽവേ, റോഡ് മാർഗവും റെയിൽവേ മാർഗവും ആയിക്കൊണ്ട് ജനങ്ങളെ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. പിന്നെ ദി വാട്ടർ വേസ് ഈസ് എഫക്റ്റീവ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് പർട്ടിക്കുലർലി അലോങ് ദി റിവേഴ്സ്. അപ്പോൾ ഈ നദിയുടെ നദികൾ പ്രത്യേക നദിയിൽ ഭാഗികമായി കൊണ്ട് എന്ത് ചെയ്യുന്നു, വാട്ടർ വേസും എഫക്റ്റീവ് നല്ല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഈ നദികളിലൂടെ നടത്തുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ നദികളിലൂടെ നദികൾ വേസാക്കിക്കൊണ്ട് അടിസ്ഥാനമാക്കിക്കൊണ്ട് വാട്ടർ വേസ് അതും അവൈലബിൾ ആകുന്നു. കൽക്കട്ട ഈസ് ദി ഇമ്പോർട്ടൻറ്റ് പോർട്ട് ഓഫ് റിവർ ഹൂഗ്ലി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൽക്കട്ടയാവുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം. അപ്പോൾ നമ്മൾ 3 മേഖലയെക്കുറിച്ച് പറഞ്ഞു. ട്രാൻസ്പോർട്ടിൻ്റെ 3 രീതിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് ആ 3 രീതികൾ? ഒന്ന് റോഡ് മാർഗം, രണ്ടാമത്തേത് റെയിൽവേ, മൂന്നാമത്തേത് വാട്ടർ വേ. അങ്ങനെ 3 രീതികളെ കുറിച്ച് പറഞ്ഞു. അപ്പം അവിടെ വാട്ടർ വേ പുഴകൾ ആശ്രയിച്ചുകൊണ്ടാണ് വാട്ടർ വേ നടക്കുന്നത്. അവിടെയുള്ള പ്രധാനപ്പെട്ട തുറമുഖം ഏത്? കൽക്കട്ടയാവുന്നു പ്രധാനപ്പെട്ട. അത് ഹൂഗ്ലി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. The plain area also has a large number of airports. ഇവിടെയുള്ള സമതല പ്രദേശങ്ങളിൽ ധാരാളം എയർപോർട്ടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നു. തെറ്റിദ്ധരിക്കേണ്ട, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കുറേ 6 പട്ടണങ്ങൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, ധാരാളം എയർപോർട്ടുകളും ലഭ്യമാവുന്നു. ടൂറിസം ഈസ് അനദർ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദി ബേസിൻ. ഇവിടെയുള്ള സമതല ഈ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിനോദസഞ്ചാരം, ടൂറിസം ആവുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി. താജ്മഹൽ ഓൺ ദി ബാങ്ക് ഓഫ് റിവർ യമുന ഇൻ ആഗ്ര. ആഗ്രയിൽ എന്ത് ചെയ്യുന്നു, താജ്മഹൽ യമുന നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. അലഹാബാദ് ഓൺ ദി കോൺഫ്ലുവൻഷൻസ് ഓഫ് റിവേഴ്സ് ഗംഗ ആൻഡ് യമുന.
അലഹാബാദിൽ എന്ത് ചെയ്യുന്നു, യമുന നദിയും ഗംഗാ നദികളും കൂടി സംഗമിക്കുന്നുണ്ട്. കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നദീ സംഗമങ്ങൾ. ഏതൊക്കെയാണ് ആ നദികൾ? യമുന, ഗംഗ നദികൾ എവിടെ വെച്ച് കണ്ടുമുട്ടുന്നു? ഒരുമിച്ച് കൂടുന്നു. അലഹാബാദിൽ വെച്ച് രണ്ടും കൂടെ ഒരുമിച്ച് കൂടുന്നു. പിന്നെ ബുദ്ധിസ്റ്റ് സ്തൂപാസ് ഇൻ ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ. ഈ ബുദ്ധ മതക്കാരുടെ സ്തൂപങ്ങൾ എവിടെ? ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ സ്ഥിതി ചെയ്യുന്നു. പിന്നെ ലക്നൗ വിത്ത് ഇറ്റ്സ് ഇമാമാബാറ. അപ്പോൾ ഇമാമാബാറ എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയാവുന്നു, മുസ്ലിം പള്ളി. അപ്പോൾ ലക്നൗവിൽ എന്തുണ്ട്? ഇങ്ങനെയുള്ള ഇമാംബറ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ആസാം വിത്ത് കാസിറംഗ ആൻഡ് മാനസ് വിത്ത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. അപ്പോൾ ഈ ആസാമിൽ എന്തൊക്കെയുണ്ട്? ഈ കാസിറംഗ വൈൽഡ് നാഷണൽ പാർക്കുണ്ട്. പിന്നെ മാനസ് എന്ന് പറഞ്ഞാൽ ആ മാനസ് എന്നുള്ള സ്ഥലം. അപ്പോൾ അവിടെ ഈ ആസാമിലെ കാസിറംഗ ആൻഡ് മാനസ് എന്നീ സ്ഥലങ്ങളിൽ എന്തൊക്കെ സ്ഥിതി ചെയ്യുന്നു? നാഷണൽ പാർക്ക്. അപ്പോൾ ആസാമിൽ 2 നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. വന്യജീവി സങ്കേതങ്ങൾ, സാങ്ച്വറീസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അരുണാചൽ പ്രദേശ് വിത്ത് എ ഡിസ്റ്റിങ്ക്റ്റ് ട്രൈബൽ കൾച്ചർ ആർ സം ഓഫ് പ്ലേസസ് വർത്ത് എ വിസിറ്റ്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ അത് ധാരാളം ഗോത്ര സംസ്കാരങ്ങളെ കൊണ്ട് സമ്പന്നമായതാവുന്നു അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ ധാരാളം ഗോത്ര സംസ്കാരങ്ങൾ കൂടി ചേരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? ധാരാളം വിസിറ്റുകൾ നടക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ താജ്മഹൽ, ആഗ്ര നദീതീര, യമുന നദീതീരത്ത് താജ്മഹൽ, അങ്ങനെ കുറേ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ധാരാളം വിസിറ്റേഴ്സ്, സന്ദർശകർ ഇവിടെയൊക്കെ വന്നു ചേരുന്നുണ്ട്. ഇനി അടുത്തത് ലേക്ക്, എ സോഴ്സ് ഓഫ് ലിവ്ലിഹുഡ്. അപ്പോൾ എ കേസ് സ്റ്റഡി, ഒരു പഠനത്തെ അടിസ്ഥാനമാക്കിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ലേക്ക്, തടാകങ്ങൾ, അതൊരു ജീവിത മാർഗമാവുന്നു. തടാകങ്ങൾ ജീവിത മാർഗമാവുന്നു. ബിനോദ് ഈസ് എ ഫിഷർമാൻ. ബിനോദ് എന്നയാൾ എന്ത് ചെയ്യുന്നു? മീൻപിടുത്തക്കാരനാവുന്നു. ലിവിങ് ഇൻ മഠ്വാലി. മഠ്വാലിയിൽ അവൻ ജീവിക്കുന്നു. മഠ്വാലി മൗണ്ട് വില്ലേജ് ഓഫ് ബീഹാർ. ബീഹാറിലെ മഠ്വാലി മൗണ്ട് വില്ലേജിൽ അയാൾ ജീവിക്കുന്നു, താമസിക്കുന്നു. അങ്ങനെയുള്ള ഒരു ബിനോദ്, അയാൾ ഒരു മീൻപിടുത്തക്കാരനും കൂടിയാവുന്നു. ഹീ ഈസ് ഹാപ്പി മാൻ ടുഡേ. ഇന്നും അദ്ദേഹം വളരെ സന്തോഷവാനാകുന്നു. വിത്ത് ദി എഫേർട്ട് ഓഫ് ദി ഫെല്ലോ ഫിഷർമാൻ രവീന്ദ്രൻ, കിഷോർ, രാജീവ് ആൻഡ് അതേഴ്സ്. അപ്പോൾ ഈ രാജീവിൻ്റെയും രവീന്ദ്രൻ്റെയും കിഷോറിൻ്റെയും ഒക്കെ, ഇവരൊക്കെയാണ് വിനോദിൻ്റെ കൂടെ മീൻ പിടിക്കാൻ പോകുന്ന ആ ഫിഷർമെൻ ആവുന്നു. ഇവരുടെയൊക്കെ സഹായ സഹകരണത്താൽ എന്ത് ചെയ്യുന്നു? ഹീ ക്ലീൻഡ്. അദ്ദേഹം എന്ത് ചെയ്തു? വൃത്തിയാക്കി. ദി മൗണ്ട് ഓർ ദി ഓക്സ്ബോ ലേക്ക്. അപ്പോൾ മൗണ്ട് എന്ന അദ്ദേഹം താമസിക്കുന്ന ആ ഗ്രാമം ഉണ്ടല്ലോ, ആ ഗ്രാമത്തിലെ ആ തടാകം അദ്ദേഹം ഇവരുടെയൊക്കെ സഹായത്താൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. എന്തിനാണ് ക്ലീൻ ചെയ്തത്? ടു കൾട്ടിവേറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷ്. ധാരാളം വ്യത്യസ്തമായ മീനുകളെ കൃഷി ചെയ്യാൻ വേണ്ടി. മനസ്സിലായി? കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ആ മൗണ്ട് ഓക്സ്ബോ തടാകം അദ്ദേഹം വൃത്തിയാക്കിയത്. ദി ലോക്കൽ വീഡ് വല്ലിനേറിയ ആൻഡ് ഹൈഡ്രിയ ദാറ്റ് ഗ്രോസ് ഇൻ ദി ലേക്ക് ഈസ് ടു ഫുഡ് ഓഫ് ദി ഫിഷ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ചെടി ഉണ്ടല്ലോ, ഇതാണ് വല്ലിനേറിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ പുഴകളിലും തോടുകളിലൊക്കെ കാണുന്ന ചെടികളാവുന്നു വല്ലിനേറിയ, ഹൈഡ്രില എന്ന ഈ 2 ചെടികൾ. ഈ 2 ചെടികളും എന്ത് ചെയ്യുന്നു? ലോക്കൽ വീഡ്, അത് പ്രാദേശിക കളകളാവുന്നു, ഓരോ സ്ഥലങ്ങളിൽ കാണുന്ന കളകളാവുന്നു. ഇങ്ങനെയുള്ള ഈ 2 ചെടികൾ വളർത്തപ്പെടുന്നു, തടാകത്തിൽ എന്ത് ചെയ്യുന്നു? വളർത്തിയിരിക്കുന്നു. എന്തിനേക്ക്? ഫുഡ് ഓഫ് ദി ഫിഷ്. ആ മീനുകൾക്ക് ഭക്ഷണമായിക്കൊണ്ട് ഈ തടാകങ്ങളിൽ, ലേക്കിൽ അവർ വളർത്തിയിരിക്കുന്നു. അത് മീനുകൾക്ക് ഫുഡാവുന്നു. ദി ലാൻഡ് അറൗണ്ട് ദി ലേക്ക് ഈസ് ഫെർട്ടൈൽ. ഇവിടെയുള്ള തടാകത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നു? അടുത്തുള്ള സ്ഥലങ്ങൾ നല്ല ഫലപുഷ്ടമുള്ള സ്ഥലങ്ങളാവുന്നു. ഹി സോസ് ദി ക്രോപ്സ് സച്ച് ആസ് പാഡി, മൈസ്, പൾസ് ഇൻ ദിസ് ഫീൽഡ്. ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം വിളകൾ എടുക്കുന്നു. ഏതൊക്കെയാണ്? പാടി, നെല്ല് കൃഷി ചെയ്യുന്നു, മൈസ്, ചോളം, പൾസ്, ധാന്യവർഗ്ഗങ്ങൾ. ഇത്തരം ഫീൽഡുകളിൽ ഇത്തരം ധാന്യങ്ങളൊക്കെ അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. ദി ബഫലോ ഈസ് യൂസ്ഡ് ടു പ്ലഫ് ദി ലാൻഡ്. ഇവിടെയുള്ള
ഭൂമി ഉഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബഫലോസിനെയാവുന്നു. ദി കമ്മ്യൂണിറ്റി ഈസ് സാറ്റിസ്ഫൈഡ്. ഇവിടെയുള്ള സമൂഹം എന്ത് ചെയ്യുന്നു? ഗോത്രം നല്ല സംതൃപ്തരാവുന്നു. ദർ ഈസ് ഇനഫ് ഫിഷ് ക്യാച്ച് ഫ്രം റിവർ. ഈ തടാകത്തിൽ നിന്നും നദിയിൽ നിന്നും എന്ത് ചെയ്യുന്നു? മതിയായ മീൻപിടുത്തവും നടക്കുന്നു. ഇനഫ് ഫിഷ് ടു ഈറ്റ് ആൻഡ് ഇനഫ് ഫിഷ് ടു സെൽ ഇൻ ദി മാർക്കറ്റ്. അവർ സംതൃപ്തരാണെന്ന് പറയാൻ അവർക്ക് കഴിക്കാനുള്ള മതിയായ മത്സ്യം അവർക്ക് ലഭിക്കുന്നു. ജീവിതമാർഗം കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു? മത്സ്യങ്ങൾ വിൽക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു? മതിയായ ആവശ്യത്തിന് മത്സ്യം തിന്നാനും കിട്ടുന്നു, ആവശ്യത്തിന് മത്സ്യം വിൽക്കാനും അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാനും അവർക്ക് സാധിക്കുന്നു. ദേ ഹാവ് സീൻ ബിഗൺ സപ്ലൈ ടു ദി നെയ്ബറിങ് ടൗൺസ്. അപ്പോൾ അവിടെ ഒരു അടുത്തുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? അവർ കൃഷികളും സപ്ലൈ, ഈ മീനുകളെ വിതരണം ചെയ്യാനൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. ദി കമ്മ്യൂണിറ്റി ഈസ് ലിവിങ് ഇൻ ഹാർമണി വിത്ത് നാച്ചർ. ഈ പ്രകൃതിയുമായിക്കൊണ്ട് നാച്ചുറുമായിക്കൊണ്ട് അവർ ഇണങ്ങിക്കൊണ്ട് നല്ല സൗഹാർദ്ദത്തിൽ എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. ആസ് ലോങ് ആസ് പൊല്യൂഷൻസ് ഫ്രം നിയർ ബൈ ടൗൺസ് ഡോണ്ട് ഫൈൻഡ് ദെയർ വേ ഇൻ ടു ദി ലൈക്ക് വാട്ടർ. അവിടെയുള്ള ഈ ജലങ്ങളൊക്കെ മലിനമാക്കുന്ന ആളുകൾ, അഥവാ ഫാക്ടറി അല്ലെങ്കിൽ കോയിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ റോഡ് സൈഡിൽ കൊണ്ടുപോയിടുന്ന ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. പക്ഷെ അവർക്കൊന്നും എന്തില്ല? ഇങ്ങനെയുള്ള ഈ തടാകത്തിലേക്ക് ഒരു മാർഗവുമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? നാട്ടുകാർ തടഞ്ഞു പിടിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അവർക്ക് എന്തില്ല? ഈ പൊല്യൂട്ടൻസിന് ഫ്രം നിയർ ബൈ ടൗൺസ് ഡോണ്ട് ഫൈൻഡ് ദെയർ വേസ് ഇൻ ടു ദി ലേക്ക് വാട്ടർ. ഈ തടാകത്തിലെ വെള്ളത്തിലേക്ക് അവർക്ക് യാതൊരുവിധ പ്രവേശനവും അനുവദനീയമല്ല. ദി ഫിഷ് കൾട്ടിവേഷൻ വിൽ നോട്ട് ഫേസ് എനി ത്രെറ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പൊല്യൂട്ടൻസിന് ഒരു വഴികളും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ അവിടെയുള്ള മീനുകൾക്ക് യാതൊരുവിധ ശല്യവുമില്ല. കാരണം അവിടെ ഒരു ഭീഷണിയുമില്ല. കാരണം ശുദ്ധജലമാവുന്നു. അപ്പോൾ മീനുകൾക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൽ തന്നെ ജീവിക്കാൻ സാധിക്കുന്നു. പക്ഷെ ഇവരെന്ത് ചെയ്യും? അത് വേട്ടയാടും, മീൻ പിടിക്കും. പക്ഷെ മീനിന് എന്തില്ല? ഒരു ഭീഷണിയൊന്നുമില്ല. മീനുകളൊക്കെ അവിടെ വളരുന്നുണ്ട് എന്നർത്ഥം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ പാഠം തീർന്നിരിക്കുന്നു. മനസ്സിലായല്ലോ? പിന്നെ പറയാനുള്ളത് 2014 ഒക്ടോബറിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്തിട്ടുണ്ട്? സ്വച്ഛ് ഭാരത് എന്നൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ എന്താണ്? ഇത്തരം നദികളെയൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഗംഗ, പിന്നെ നമാമി, പിന്നെ ഗംഗ പ്രോഗ്രാം ഹാസ് ബീൻ ഇനീഷ്യേറ്റഡ്. ഇപ്പോൾ ഇത്തരം നദികളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ധാരാളം പദ്ധതികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മുടെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ബാക്കി ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നിങ്ങൾ കണ്ടെത്തുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.